എപ്പബ്രാസ് ദീനമായി കിടന്നു എന്ന് സഭ അറിഞ്ഞപ്പോൾ സഭയ്ക്ക് വളരെ വ്യസനമുണ്ടായി. എപ്പബ്രാസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ അത്രമാത്രം കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദീനം വന്നു. ആ ദീനം മരിച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവം കരുണ കാണിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലർക്കും പല രോഗങ്ങൾ വരുന്നത് അവരെ കൊല്ലുവാനായിരിക്കാം. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെ വേദനയും വ്യസനവും ഉണ്ടാകും. മരിച്ചു പോകുമോ എന്നുള്ള ഭാരം. ഇന്ന് ഈ വചനത്തിലൂടെ പറയുന്നു, ദീനമായി ഭാരപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. മരണത്തിന് നിങ്ങളെ അവൻ വിട്ടുകൊടുക്കില്ല. അതിനുശേഷം പൗലോസ് പറയുന്നൊരു കാര്യം, എപ്പബ്രാസിനോട് മാത്രമല്ല അവൻ കരുണ കാണിച്ചത്, ദുഃഖത്തിന്റെ മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും അവൻ കരുണ കാണിച്ചു. അതേ പ്രിയരെ, ദുഃഖത്തിന്റെ മേൽ ദുഃഖം വരുവാൻ കർത്താവ് അനുവദിക്കില്ല. നമ്മോട് അവൻ കരുണ കാണിക്കും. ദുഃഖിച്ചിരിക്കുന്നവരോട് അവൻ കരുണ കാണിക്കും. ദീനമായി ഭാരപ്പെട്ട് വ്യസനിച്ചിരിക്കുന്നവരോട് അവൻ കരുണ കാണിക്കും. ദൈവത്തിന്റെ കരുണ നിങ്ങളെ സൗഖ്യമാക്കും.